ജ്യോത്സ്യം, ഓക്കെ, നിങ്ങൾ പറയും തച്ചുശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഹസ്തരേഖ, ശരിയാണോ? എനിക്കറിയില്ല എന്ന് പറയുന്നതല്ല ശരി. എനിക്ക് അത് തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നതായിരിക്കും. ശാസ്ത്രം എന്നുള്ള വാക്കിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അത് സംഭവിക്കുന്നത്. അവര് ആ ശാസ്ത്രവും ഈ ശാസ്ത്രവും സയൻസും ആയിട്ട് ബന്ധപ്പെടുത്തണ്ട. അത് ശാസ്ത്രം എന്നുള്ളൊരു യൂസേജ് ആണ് പഴയ കാലത്തുണ്ടായിരുന്നത്. ഇപ്പൊ ആയുർവേദ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന് പ്രൂഫ് എവിടെയെങ്കിലും ഉണ്ടോ? ഹോമിയോപ്പതിക്ക് എവിടെയെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, ഡിഗ്രി കൊടുക്കുന്ന രണ്ട് കോഴ്സുകളാണ് ആയുർവേദവും ഹോമിയോപ്പതിയും. എവിടെ പ്രൂഫ്? ഒരു പ്രൂഫും ഇല്ല. ആളുകൾക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻഷ്യലാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് എക്സ്പീരിയൻഷ്യലി ആയിട്ടുള്ള സാധനത്തെ പ്രൂഫ് എന്ന് പറഞ്ഞുകൂടാ. സയന്റിഫിക്കലി പ്രൂഫ് അല്ല. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്, ഓക്കെ, ഫോർ മീ ഇറ്റ് വർക്ക്. അങ്ങനെയുള്ള സാധനത്തെ ഇറ്റ് നീ നോട്ട് വർക്ക് ഫോർ യു. നമസ്കാരം ഗൈസ്. അപ്പോൾ ഇത് ഇപ്പോൾ കാണാനിടയായ ഒരു വീഡിയോ ആണ്. ഇത് പ്രത്യേകം എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. കാരണം ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. എസ് സോമനാഥ് എന്ന് പറയുന്ന ശ്രീധര പണിക്കർ സോമനാഥ്, ഒരു എയ്റോസ്പേസ് എഞ്ചിനീയറും ISROന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയൊക്കെയാണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ചന്ദ്രയാൻ 3 ലാൻഡിംഗ് ഒക്കെ ഉണ്ടായത്. മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു വലിയ അഭിമാനമാണ് അദ്ദേഹം. എന്നിരുന്നാലും അദ്ദേഹം ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ചില സയൻസ് എന്ന് പറയപ്പെടുന്ന ചില സൂഡോ സയൻസ് എന്നാണ് ഇൻഡയറക്റ്റ്ലി പുള്ളി ഡിനോട്ട് ചെയ്യുന്നത്. അതിന് അത് ആസ്ട്രോളജി ആയിക്കോട്ടെ, അതായത് ജ്യോതിഷം ആയിക്കോട്ടെ, വാസ്തുശാസ്ത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ലക്ഷണശാസ്ത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ ചേർക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആയുർവേദം, ഹോമിയോപ്പതിയൊക്കെ അടങ്ങുന്ന വൈദ്യശാസ്ത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ചെറിയ ഫേക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തെളിവൊന്നും ഇല്ല, പക്ഷെ അത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനോട് ചേർത്ത് വെച്ചല്ല ഈ ബാക്കിയുള്ള കാര്യങ്ങള് നമ്മൾ വിലയിരുത്തേണ്ടത്. ജ്യോതിഷമായിക്കോട്ടെ, വാസ്തുശാസ്ത്രമായിക്കോട്ടെ, ഈ പറയുന്ന ലക്ഷണശാസ്ത്രമായിക്കോട്ടെ, അതൊക്കെ വേറൊരു സെഗ്മെന്റിൽ പെടുന്ന കാര്യമാണ്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്, അതായത് പുള്ളി പറയുന്ന മോഡേൺ ഡേ ശാസ്ത്രം, നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്, അതായത് ആ ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. കാരണം അത് തെളിയിക്കപ്പെടുന്നതാണ് ശാസ്ത്രം. ചില പ്രബന്ധങ്ങൾ വെച്ച്, ചില തിയറികൾ വെച്ച്, തീസിസ് ഒക്കെ വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന, തെളിയിച്ചിട്ടുള്ളതും അതേ പ്രബന്ധങ്ങൾ വെച്ചിട്ട് തെളിയിക്കാൻ പറ്റുന്നത്. ഇനി ഭാവിയിൽ എന്താണ് അതിന്റെ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ബേസ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു തെളിവ്. അത് നമുക്ക് പല പരാധീനതകളും ഉണ്ട് അതിനകത്ത്, അങ്ങനെ ചിന്തിക്കുമ്പോൾ. കാര്യം അതിനകത്ത് ഞാൻ നേരത്തെ ചെയ്ത ചില വീഡിയോകളിലൊക്കെ ഇത് ലഘുവായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വേറെ വിഷയമാണ്, പക്ഷെ ലഘുവായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാര്യം നമുക്കൊരുപാട് പരാധീനതകളുണ്ട് മനുഷ്യന്. ഭാഷ ഒരു പരാധീനതയാണ്, മനുഷ്യന്റെ ചിന്താ രീതി ഒരു പരാധീനതയാണ്, പ്രവർത്തന രീതി ഒരു പരാധീനതയാണ്. മെയിൻലി ചിന്താ രീതി ഒരു പരാധീനതയാണ്. അതാണ് ഏറ്റവും വലിയ പരാധീനത എന്ന് പറയുമ്പോൾ അതിൽ കൂടിയാണ് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. പരിമിതിയാണത്. കാര്യം നമുക്ക് അത് തെളിയിക്കാൻ പറ്റണം, ഭാഷയിലൂടെ പറഞ്ഞ് തെളിയിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എഴുതി ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, മനുഷ്യന്റെ ചിന്തകൾ ഓടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചില ഡൈമെൻഷൻസിനെ അടിസ്ഥാനമാക്കിയാണ്. മനുഷ്യനൊരു 3 ഡൈമെൻഷനിൽ നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കൺക്ലൂഷനും മനുഷ്യന്റെ അനാലിസിസും അങ്ങനെയാണ്, മനുഷ്യൻ റീസണിങ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ റീസണിങ് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു വലിയ ശാസ്ത്രജ്ഞൻ നിങ്ങളൊക്കെ കേട്ടാണ്, നിക്കോള ടെസ്ല എന്ന് പറയും. നിക്കോള ടെസ്ലയുടെ ഒരു ഫേമസ് ആയ ഒരു വാക്കുണ്ട്, ഇഫ് യു വാണ്ട് ടു നോ ദ യൂണിവേഴ്സ് തിങ്ക് ഇൻ ടേംസ് ഓഫ് വൈബ്രേഷൻ ആൻഡ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂണിവേഴ്സ് ചലിക്കുന്നത് വൈബ്രേഷനിലും എനർജിയിലുമാണ്. അത് ഡീകോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഹയർ ഡൈമെൻഷണൽ സയൻസ് എന്ന് പറയുന്നത്. അത് സയൻസിന്റെ മലയാള പദമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ആ ശാസ്ത്രത്തിന് നമ്മൾ കൊടുക്കുന്ന മീനിങ് നമ്മൾ ഏത് അർത്ഥത്തിലാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ ഏത് അർത്ഥത്തിലാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്, അതിനെ വീക്ഷിക്കുന്നത്, കാണുന്നത്, മനസ്സിലാക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇദ്ദേഹം ഒരു വലിയ സയന്റിസ്റ്റ് ആണ്, അറിവുള്ള വ്യക്തിയാണ്, വലിയ വലിയ ആലങ്കാരികമായിട്ടുള്ള പദവികൾ ഒക്കെ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു വ്യക്തിയായിട്ട് പോലും പുള്ളിയുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പുള്ളി സയൻസ് എന്ന് ഇപ്പോഴും കാണുന്നത് അതാണ്, നമുക്ക് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന അല്ലെ പറയാൻ പറ്റുന്ന
സംഭവമാണ് സയൻസ് എന്നുള്ളത്. അത് മാറിക്കൊണ്ടേയിരിക്കും. കാര്യം അതങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു 10 വർഷം മുമ്പ്, ഒരു 20 വർഷം മുമ്പ് നമുക്കത് കഴിഞ്ഞിരുന്നില്ല. ഒരു 50 വർഷം മുമ്പ് ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇറ്റ് വാസൻ ഈവൻ പോസിബിൾ. അവിടെ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ട്. കാര്യം നമ്മളെ ചിന്തകളുള്ള മാറ്റമാണത്. നമ്മളത് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അത് സമൂഹത്തിന്റെ പല രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഏത് ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ബേസിക് ലൈഫ് തൊട്ട് ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റം വരെയുള്ള അഡ്വാൻസ്മെന്റിലായാലും മനുഷ്യൻ ഓരോ കാര്യത്തിനെ കാണുന്നത് രീതി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്കം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ഇദ്ദേഹം പറയുന്നതല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹം പറയുന്നത് ശാസ്ത്രത്തിന്റെ ഒരു എന്താ പറയുക, ഒരു പൂർണ്ണമല്ലാത്ത അർത്ഥം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന അർത്ഥമാണ്. അതായത് ഈ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട് വരിക എന്നൊക്കെ ഉള്ളത്, റിസർച്ച് ചെയ്യപ്പെട്ട് വരിക, ഡോക്യുമെന്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ, അതിനകത്ത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ശാസ്ത്രത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അറിവാണ്. അറിവ് പല രീതികളിലാണ് അറിവെന്ന് പറഞ്ഞാൽ. അറിവ് ഇങ്ങനെ പരന്ന് കിടക്കുവാണ് പ്രപഞ്ചത്തിൽ. അത് ഒരു ലീനിയർ വേ അല്ല. ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും, ഈ ഡോക്യുമെന്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ധാരാളം ഒരു ലാംഗ്വേജ് ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കഴിയണമെന്നില്ല. അതിനകത്ത് ഒരുപാട് പരിധികളുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ശാസ്ത്രം അപൂർണമാണ്, പൂർണ്ണമല്ലത്. ഇദ്ദേഹം കൈകാര്യം ചെയ്ത ശാസ്ത്ര ഭാഗം ആ ഒരു സ്വഭാവത്തിൽ പെടുന്നതാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞത്. കാര്യം ഇദ്ദേഹം ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആണ്. അപ്പൊ എഞ്ചിനീയേഴ്സ് ചിന്തിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. പക്ഷെ എങ്കിലും ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ചിന്തിച്ചാൽ, ഒരു വഴിമുട്ട് നിൽക്കുമ്പോഴായാലും ഒരു എഞ്ചിനീയർ സംബന്ധിച്ച്, ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു, ഞാനത് പഠിച്ച വ്യക്തിയാണ്. അപ്പൊ എനിക്കറിയാം ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും മനുഷ്യർ വഴിമുട്ടി കഴിയുമ്പോഴത്തേക്കും, അത് ഏത് കാര്യമായിക്കോട്ടെ, അത് ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വഴിമുട്ടും. ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല, മുന്നോട്ടും ഇല്ല എന്നുള്ള സംഭവത്തിലെത്തും. അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഉത്തരം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു അതിന്റെ ഉത്തരം ഒരു നെക്സ്റ്റ് ഡൈമെൻഷനിലാണ് ഇരിക്കുന്നത്. അതിന്റെ ഉത്തരം ആ ഡൈമെൻഷനിലേ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വഴിമുട്ടുന്നത്. അവിടം വരെ പലരും പോകാറില്ല. അപ്പോഴാണ് നമുക്ക് പല ഇന്റർവെൻഷനുകളും ഉണ്ടാകുന്നത്. അതിനൊക്കെ ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് വേണേൽ പറയാം. അതൊക്കെ കാലങ്ങൾക്ക് മുമ്പ് പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ജ്യോതിഷമായിക്കോട്ടെ, വാസ്തുശാസ്ത്രമായിക്കോട്ടെ, ലക്ഷണശാസ്ത്രമായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങൾ ഉത്ഭവിച്ച് വരാനുള്ള കാര്യം. പലവർക്കും ആ എക്സ്പീരിയൻസ് ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടം വരെ എത്താത്തത് കൊണ്ടിട്ടാണ്. അവിടം വരെ എത്തിക്കഴിയുമ്പോഴേക്കും വേറെ പിന്നെ മാർഗമില്ല. വേറെ ഡൈമെൻഷനിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ എത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ചിലവർക്ക് മാത്രം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, ചിലവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. പലവരും 3Dയിൽ അങ്ങനെ ബ്ലോക്കായി നിന്ന് പോകും. അപ്പൊ ഇദ്ദേഹം പറയുന്ന ശാസ്ത്രത്തിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി ഒരു 3D ഫോർമാറ്റിൽ കിടക്കുന്ന സംഭവമാണ്. പക്ഷെ അതല്ല ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അധികം അപ്പുറമാണ്. ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം അറിവെന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത് എന്തോ അതാണ് ശാസ്ത്രമെന്ന് ചിന്തിക്കുന്നത് അത് തെറ്റാണ്. ശാസ്ത്രത്തിന്റെ തെറ്റായ ഇന്റർപ്രിട്ടേഷനാണ്, തെറ്റായ ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ച ആ ശാസ്ത്രം അപൂർണമാണ്. ഒരു കാലത്തും ശാസ്ത്രത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നിങ്ങൾ എത്തേമില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഔട്ട്കമ്മിലേക്കും പൊട്ടൻഷ്യലിലേക്കും നിങ്ങൾ എത്തില്ല. അങ്ങനെ എത്തുമ്പോഴാണ് പല പല കാര്യങ്ങളും ഉള്ളത്. അങ്ങനെ അന്തമില്ലാത്ത പ്രപഞ്ചം ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ നിങ്ങൾ ശാസ്ത്രബോധം മാറും. നിങ്ങൾ എന്തിനാണ് ശാസ്ത്രം എന്ന് മനസ്സിലാക്കിയിരുന്ന വെച്ചത് അത് തന്നെ മാറും. അത് ഞാനീ പറഞ്ഞ അർത്ഥത്തിലേക്ക് വരും. അറിവെന്താണ്? അറിവ്, അതാണ് ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. അപ്പോൾ അത് തന്നെയാണ് ദൈവം എന്നുള്ള അർത്ഥത്തിലേക്ക് നിങ്ങൾ വരും. അറിവെന്താണ്? അറിവാണ് ദൈവം. അതിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എല്ലാവരും അത് ശരിയാണോ? അല്ല, അത് വേറെ കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക ആൾക്കാർ.